ഹലോ അസ്സാം വലൈക്കും മുത്തുവാവേ നൈസാനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ വീണ്ടും വളരെ ചെറിയൊരു വീഡിയോയുമായി കൂട്ടുകാരുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം പുതുതായിട്ട് ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താണ് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ല കേട്ടോ. അപ്പോൾ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ കഥയൊന്നും പറഞ്ഞിരിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാമല്ലേ. രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കുന്ന ഒരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം രാവിലെ തന്നെ എഴുന്നേറ്റ് കടുങ്കാപ്പി തുടങ്ങാം കേട്ടോ. അപ്പം ഞാനും ചെറുക്കായ്ക്കും കൂടെയുള്ള കടുങ്കാപ്പി എടുക്കാണ് കേട്ടോ. രാവിലെ തന്നെ ചെറുക്കായി എഴുന്നേറ്റ് ഇരുന്ന് പഠിക്കുന്നുണ്ട്. ഇന്ന് ഞായറാഴ്ച ആണെങ്കിലും അവൻ രാവിലെ ഇരുന്ന് പഠിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞായറാഴ്ചത്തെ വീഡിയോസാണ് കേട്ടോ. അപ്പം എന്താ നമ്മൾ കടുങ്കാപ്പിയൊക്കെ കുടിച്ചു. പനി അല്പം കുറവുണ്ട് കേട്ടോ. എന്നാലും നല്ല ഭേദമായിട്ടില്ല. പിന്നെ തണുപ്പ് മഴ ഇതൊക്കെയല്ലേ. ഇന്ന് ഇച്ചിരി മഴയൊക്കെ കുറവുണ്ട് കേട്ടോ. എന്താണേലും ഞാൻ എന്താ കടുങ്കാപ്പിയൊക്കെ കുടിച്ച് റെഡിയായിട്ട് പോകും. രാവിലെ ഇന്ന് കച്ചവടത്തിന് പോട്ടോ. ഇന്നെല്ലാം കയറിപ്പോയി കേട്ടോ. അപ്പോൾ ഇന്ന് ഞായറല്ലേ, ഇന്ന് കച്ചവടം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ പോകാൻ വേണ്ടിയാണ്. അപ്പോൾ രാവിലെ മക്കൾക്കുള്ള ഫുഡെല്ലാം റെഡിയാക്കി വെച്ചിട്ട് വേണം പോകാൻ. അതിന് വേണ്ടിയാണ് കേട്ടോ. പാവയ്ക്ക തീയിൽ വെക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ ഗോതമ്പ് ദോശ ഉണ്ടാക്കി. അങ്ങനെ ഗോതമ്പ് ദോശ ഉണ്ടാക്കി ചമ്മന്തി അരച്ച് വെക്കാമെന്നുള്ള പ്ലാനിലാണ് കേട്ടോ. പിന്നെ ഉണക്കമീനും ഉണ്ട് കേട്ടോ. തീയിൽ വെക്കുന്ന ദിവസം എല്ലാം ഉണക്കമീൻ നിർബന്ധമാണ് കേട്ടോ മക്കൾക്ക്. അപ്പോൾ അങ്ങനെ അതും ചെയ്യാമെന്നോർത്താണ്. അപ്പം നമുക്ക് പാവയ്ക്കൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുക്കാവേ. അപ്പോൾ ചെറുക്കായ്ക്ക് ഫോണിൽ തോണ്ടണം കേട്ടോ. പഠിത്തം കഴിഞ്ഞ അന്നത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെ 5 മണി തൊട്ടിരുന്ന് ചെറുക്കായി പഠിക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇച്ചിരി നേരം ഫോണിൽ തോണ്ടാൻ വേണ്ടി വന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞേട്ടാ ഞാൻ വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞപ്പോൾ അവൻ വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവനാണ് വീഡിയോസ് എടുത്ത് തരുന്നത് കേട്ടോ. ഇപ്പം അങ്ങനെ നമ്മളിതാ എല്ലാം അരിഞ്ഞ് വെച്ചു. ചെറിയ ഉള്ളി കുറവായതുകൊണ്ട് ഒരു സബോള എടുത്ത്, പച്ചമുളക് എടുത്ത്, തേങ്ങക്കൊത്ത്, പാവയ്ക്ക ഇതെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായ തേങ്ങ തിരുമിയെടുക്കാം കേട്ടോ. നമ്മൾ പാവയ്ക്ക തീയിൽ വെക്കുന്നതൊക്കെ വീഡിയോസ് ഒരുപാട് ഇട്ടിട്ടുണ്ട്. എന്നാൽ തന്നെ നമ്മൾ എന്താണോ ചെയ്യുന്നത് ആ വീഡിയോസൊക്കെ അല്ലേ നമുക്ക് ചാനലിടാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഇത് തന്നെ ഇടുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ തേങ്ങയൊക്കെ തിരുമിയെടുക്കും. പനിക്കോൾ ഇപ്പോഴും മാറിയിട്ടില്ല കേട്ടോ. പിന്നെ ഈ തണുപ്പ് വന്നാൽ പിന്നെ ശ്വാസം മുട്ടലും മാറുന്നില്ല. അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അതാണ് മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ വെളുപ്പിന് എഴുന്നേറ്റുള്ള ഇതല്ലേ. അപ്പോൾ അതൊക്കെ കൊണ്ടാണ്. പിന്നെ നമ്മളിതാ തേങ്ങയൊക്കെ തിരുമിയെടുത്തു. അതിലേക്ക് തന്നെ ചെറിയ ഉള്ളി അരിഞ്ഞിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വോയിസ് വിടുമ്പോഴത്തേക്ക് കൂട്ടുകാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചരണം കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി അതുപോലെ തന്നെ കറിവേപ്പില 1-2 ദിവസമായി കേട്ടോ. അപ്പുറത്തെ പറമ്പിൽ നമ്മൾ എടുത്തുകൊണ്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചാൽ ചെറിയ രീതി വാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും കുഴപ്പമില്ല, വാടിയാലും കറിവേപ്പിലല്ലേ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അത് 1-2 കറിവേപ്പിലയും കൂടെ 2 തണ്ട് കറിവേപ്പിലയാണ് കേട്ടോ. നമ്മൾ ഊരിയെടുത്തപ്പോൾ എല്ലാം കൂടെ ഒറ്റ കട്ടയായിപ്പോയി. എന്ന് വെച്ചാൽ നനഞ്ഞ കറിവേപ്പിലല്ലേ. അതുകൊണ്ട് അങ്ങനെ പിന്നെ ഞാൻ അതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നല്ല രീതിയിൽ വറുത്തെടുക്കാൻ തേങ്ങ പൊടിയായിട്ടാണ് തിരുമ്മി എടുത്തേക്കുന്നത്. കട്ടയ്ക്ക് വീഴാൻ നോക്കണം കേട്ടോ. നല്ല പൊടിയായിട്ട് വേണം തിരുമ്മി എടുക്കാൻ. ഇനി ഇതൊന്ന് നന്നായിട്ട് മൂക്കട്ടെ കേട്ടോ. അപ്പോൾ എണ്ണ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിൽ ഒരുവിധ എണ്ണമയം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് എണ്ണ ചേർത്ത് കൊടുത്താൽ എളുപ്പം മൂക്കും, അത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ മൂത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുത്തു. അതിലേക്ക് തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും. അപ്പോൾ ഇതിന് വേറെ പ്രത്യേകിച്ചുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ കൂടെ തന്നെ പുളി പിഴിഞ്ഞ് ചേർത്തച്ചാൽ മതി കേട്ടോ. ഇനി എൻ്റെ എളുപ്പപ്പണിക്ക് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം തീർത്ത് വെച്ചിട്ടാണ് 9-10 മണിയാകുമ്പം കയറിപ്പോണം. അതിന് വേണ്ടി ഞാൻ ഒരല്പം പുളി ഈ അരപ്പിലേക്ക് തന്നെ ഇട്ട് കേട്ടോ. ഒന്നിട്ടിട്ട് ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട്. അപ്പോൾ നമ്മുടെ കഞ്ഞി വെന്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വെന്ത് തുടങ്ങിയല്ല, വെന്തിട്ടുണ്ട്, ഊറ്റാറാവുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കഞ്ഞിയൊക്കെ ഊറ്റി അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അരപ്പെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ വരട്ടാൻ ഇട്ടോ. ആദ്യം തേങ്ങ ഒന്നിട്ട് കേട്ടോ. അതിന് ശേഷം എല്ലാം കൂടെ ഒന്നിച്ചിട്ടൊന്ന് വരട്ടിയെടുത്ത് വെച്ചാൽ മതി. സെപ്പറേറ്റ് ഒന്നും വരട്ടണമെന്നൊന്നുമില്ല കേട്ടോ. എല്ലാം കൂടി ഇട്ട് നമുക്കിതൊന്ന് വരട്ടി കൊടുക്കാം. നല്ല രീതിയിൽ വരട്ടിയെടുക്കണം കേട്ടോ. ഒരല്പം ഉപ്പൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവേ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. ചട്ടിയല്ല, ചിലപ്പോൾ ഒന്ന് അടിക്ക് പിടിക്കാൻ ഇതുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുത്തിട്ട് വേണം ഇതൊന്ന് നല്ലതായിട്ടൊന്ന് വരട്ടിയെടുക്കാൻ. ഏറ്റവും നല്ലത് ചെറിയുള്ളി മാത്രമാണ് കേട്ടോ. ഞാൻ ചെറിയുള്ളി കുറച്ചേ ഉള്ളായിരുന്നു. അതുകൊണ്ടാണ് ഒരു സവാളയും കൂടെ ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് വരട്ടാൻ വെച്ചതിന് ശേഷം ഞാൻ അന്നേരത്തേക്ക് മാവ് കലക്കി വെക്കാമെന്ന് ഓർത്തുകൊണ്ട് മൈദയും ഗോതമ്പൂടെ മിക്സ് ചെയ്തതാണ് കേട്ടോ. ഞാൻ എപ്പം മാവ് മേടിച്ചാലും രണ്ടും കൂടെ മിക്സ് ചെയ്തേ വെക്കുള്ളൂ കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടെയാണ്. അപ്പം കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. കൈയിട്ടോ അല്ലെങ്കിൽ ഇതുപോലെയോ ഒന്ന് നമ്മൾ കലക്കിയെടുക്കുകയാണെങ്കിലുണ്ടല്ലോ നമുക്ക് കട്ടയില്ലാതെ നമുക്ക് കലക്കിയെടുക്കാം. നമ്മൾ മാവ് കലക്കുമ്പോൾ ഈ സൈഡിലൊക്കെ ഇങ്ങനെ ആകില്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ ആകുന്നത്. ഞാൻ എളുപ്പം തന്നെ ഒരു തുണി എടുത്ത സൈഡൊക്കെ ഒന്ന് തുടച്ച് കൊടുത്തിട്ടുണ്ട്. മാവൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഒരു 5 മിനിറ്റ് വെച്ചേക്കാം കേട്ടോ.
ഇങ്ങനെ കലക്കി എടുക്കുമ്പോൾ അതിലേക്ക് മുട്ട ചേർക്കുന്നവരുണ്ട് കേട്ടോ. മുട്ടയൊക്കെ ചേർത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ദോശയൊക്കെ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ മുട്ടയൊന്നും ചേർക്കുന്നില്ല, ചുമ്മാ ഉപ്പ് മാത്രം ചേർത്ത് നമ്മൾ കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ പാവയ്ക്കൊക്കെ നല്ല രീതിയിൽ വരണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് അരപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാവേ. മുമ്പ് പറഞ്ഞ പോലെ തന്നെ കൂട്ടുകാരെങ്കിലും പുതുതായിട്ട് ഈ ചാനൽ കാണുന്നതിന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാൻ തൊട്ടടുത്ത ബെൽ ബട്ടൺ അമർത്താൻ ഓൾ എന്ന ഓപ്ഷൻ അമർത്താൻ മറക്കല്ല കേട്ടോ. അപ്പം ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ഷെയറും കമൻറ്റും തന്നെ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ ഓരോ സപ്പോർട്ടുമാണ് നമുക്ക് നമ്മളെ ഓരോരോ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കടുക് താളിച്ചിടാൻ വേണ്ടി ഉള്ളി അരിഞ്ഞെടുത്തു, പിന്നെ വത്തൽമുളക്, കറിവേപ്പില, ഇതെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ടല്ലേ. അതിപ്പോൾ എന്തിനാന്ന് വെച്ചാൽ പകുതി കറിക്കും പകുതി കടുക് താളിച്ച് ചമ്മന്തി താളിക്കാനും കൂടിയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ കടുവൊക്കെ വറുത്തിട്ട് പകുതി നമ്മൾ കറിയിൽ ചേർത്ത് കൊടുത്തു. ബാക്കി അവിടെ വെച്ചിട്ട് നമുക്ക് അതിലേക്ക് തന്നെ ചമ്മന്തി ഒഴിച്ചു കൊടുക്കുക. ചമ്മന്തി എന്ന് പറഞ്ഞാൽ തേങ്ങയും ഉപ്പും പിന്നെ ഒരു ചുമന്നുള്ളിയും ഒരല്പം മുളക് പൊടിയും കൂടെ മാത്രം അരച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ റെഡിയാക്കി വെച്ചു കേട്ടോ. അപ്പോൾ സമയം പൊക്കോണ്ടിരിക്കുന്നു, ധൃതി വെച്ചാണ്. രാവിലെ ഈ മരുന്നൊക്കെ കഴിച്ചിട്ട് കിടക്കുന്നു. രാവിലെ എഴുന്നേൽക്കാൻ ഇച്ചിരി താമസിച്ചൂടെ പോയി കേട്ടോ. അതുകൊണ്ട് പിന്നെ ധൃതി വെച്ചിട്ടാണ് പണികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും ഞായറാഴ്ച ഒരുവിധം വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ആ ഉള്ള വെയിലിന് നാളെ കയറിപ്പോയി. ഇനി ഉച്ച കഴിഞ്ഞ് മഴയാണോ എന്നറിയത്തില്ലല്ലോ. അപ്പോൾ അതിനെ നേരത്തെ കയറിപ്പോകാനുള്ള ധൃതി വെച്ചുള്ള പണിയിലാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചമ്മന്തിയായി, തീയലായി, ഇതൊക്കെയായി. അപ്പോഴത്തേക്ക് ചെറുക്കായി ചായ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നുണ്ട് ദോശയും കൂടെ ചുടട്ടെ, അപ്പം ചായയും ചമ്മന്തി കാപ്പിയും ചായ എല്ലാം കൂടെ ഒന്നിച്ച് കുടിക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ ദോശ ചുടാൻ നിന്നു കേട്ടോ. അപ്പം ദോശ നല്ല ഇതിൻ്റെ നല്ല വട്ടത്തിലാണ് ചുട്ടെടുക്കുന്നത് കേട്ടോ. അപ്പോൾ കനം കുറഞ്ഞ് കിട്ടുകയും ചെയ്യും. എനിക്കിങ്ങനെ വട്ടത്തിലെടുക്കുന്ന ദോശ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വട്ടം കുറച്ചുണ്ടാക്കുന്നതിനേക്കാൾ എനിക്ക് വട്ടത്തിലുണ്ടാക്കുന്ന ദോശയാണ് ഇഷ്ടം. ഇതുകൊണ്ട് ദോശ ഇടുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ഇതുകൊണ്ട് പൊങ്ങി വരുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ദോശയൊക്കെ ചുട്ട് റെഡിയാക്കി എടുത്തു. അതിന് ശേഷം നമ്മൾ അതേ ചായയും കൂടെ വെച്ചെടുത്തു കേട്ടോ. 2 പേർക്ക് തേയിലപ്പൊടി ഇടത്തില്ലല്ലോ, അപ്പം ബൂസ്റ്റോ ഹോർലിക്സോ അതിൻ്റെ ചെറിയ പാക്കറ്റ് മേടിച്ച് വെക്കുക, അത് വെച്ചാണ് എടുക്കുന്നത്. ബാക്കി ഞങ്ങൾക്കെല്ലാം ചായ ഇട്ടു. അപ്പോൾ അതെല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോൾ ഉണക്കമീനൂടെ വറക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഈ 2 മീനും കൂടി ഇരിപ്പുള്ളൂ കേട്ടോ. പക്ഷെ കാണുമ്പോൾ വലിയ മീനാണ്. ഇതിൻ്റെ തോലൊക്കെ പൊളിച്ച് കളഞ്ഞ് നമ്മൾ കഷ്ണിച്ചെടുക്കുമ്പോൾ വളരെ കുറച്ച് മാത്രമേ കാണത്തുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിതാ ഉണക്കമീൻ വെട്ടി റെഡിയാക്കി എടുക്കുന്ന ഇതുകൊണ്ട് ഇതുപോലെ എടുത്തിട്ട് ഈ തോലെ പിടിച്ച് വലിക്കുമ്പോഴത്തേക്ക് ഇതങ്ങ് പൊളിഞ്ഞ് വരും കേട്ടോ. ആദ്യം ഇച്ചിരി പാടായിരുന്നു കേട്ടോ, ഒരു സൈഡ് വരാൻ വേണ്ടി. ഇത്രയേ ഉള്ളൂ കേട്ടോ. കണ്ടില്ല, അത് ആ തോല് പോയി കഴിയുമ്പോൾ തന്നെ മീൻ ഒരല്പം മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ വെള്ളത്തിലിട്ട് വെക്കാനൊന്നും നേരമില്ലായിരുന്നു. അപ്പോൾ ഞാൻ എളുപ്പം ഇതൊക്കെ മുറിച്ചെടുത്ത് റെഡിയാക്കി. പിന്നെ അതിലേക്ക് ഉപ്പും മഞ്ഞളും കൂടെ ഒന്ന് പുരട്ടിയെടുത്തു കേട്ടോ. മീനൊക്കെ വറുക്കാൻ വെച്ചു. അതിന് ശേഷം ഞാൻ എളുപ്പം കൊണ്ടുപോകേണ്ട സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ച് കേട്ടോ, കൊണ്ടുപോകാൻ വേണ്ടി. അപ്പോൾ മീനൊക്കെ വറുത്തു. അങ്ങനെ നമ്മുടെ ദോശയായി, ചോറായി, എല്ലാം ഇപ്പുറത്തെ അടുപ്പിൻ്റെ അങ്ങോട്ട് മാറ്റി വെച്ചോളൂ. ഞാൻ സ്റ്റൗ ഇപ്പുറത്തേക്കൊന്ന് ചേഞ്ച് ചെയ്ത് വെച്ചായിരുന്നു കേട്ടോ. അങ്ങനെ ചമ്മന്തിയായി, തീയൽ റെഡിയായി, ഉണക്കമീൻ വറുത്ത് വെച്ചു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഞാൻ ചെറുക്കായി ദോശ തിന്നു കേട്ടോ. പിന്നെ കഴിഞ്ഞ ദിവസത്തെ രസം വെച്ചിട്ട് ഇരിപ്പുണ്ടേ. ചെറുക്കായി ദോശ തിന്നു. ഞാൻ അല്പം ചോറൊക്കെ തിന്നിട്ട് ഞങ്ങൾ കച്ചവടത്തിന് കയറി വന്നു കേട്ടോ. എന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ട് ചെറുക്കായി അങ്ങ് പോവേ. അങ്ങനെ നമ്മൾ രാവിലെ കുടയൊക്കെ കൊണ്ട് വെച്ചതായിരുന്നു കേട്ടോ. കുടയൊക്കെ കാറ്റടിച്ച് പറത്തി കളഞ്ഞ് കുടയല്ലേ ഇന്ന് നാശമായിപ്പോയി കേട്ടോ. കീറിപ്പോയി എന്ന് വെച്ചാൽ മടങ്ങിപ്പോയി കുടയൊക്കെ കീറിപ്പോയി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയിൽ നമുക്ക് അടുത്ത ദിവസം തന്നെ നിങ്ങൾ ഓരോ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പുതിയ വീഡിയോ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് കേട്ടോ. എൻ്റെ ഇന്നത്തെ കൊച്ചു വിശേഷം ഇത്രയൊക്കെ തന്നെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ അടുത്തൊരു വീഡിയോ അടുത്ത ദിവസം കാണാം. അസ്സലാമു അലൈക്കും.